12ാം ക്ലാസ് മാത്തമാറ്റിക്സിന്റെ 5ാമത്തെ ചാപ്റ്ററായ കണ്ടിന്യൂറ്റിയാണ് നമ്മൾ എടുത്തു വന്നിരുന്നത്. എക്സസൈസ് 5.1-ലെ 16 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതിലെ കണക്ക് ചെയ്യുന്നതിന്റെ വർക്കിംഗ് റൂൾസും മറ്റും നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ ആ റൂൾസ് ഒക്കെ ഒന്നുകൂടി പറയുന്നുണ്ട്. എന്നാൽ പോലും ആ പഴയ വീഡിയോ കണ്ട് നന്നായി മനസ്സിലാക്കുന്നത് ഇന്നത്തെ ഈ സെഷന് നിങ്ങളെ വളരെ കാര്യമായി സഹായിക്കും. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ 17 മുതൽ 30 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇല്ല, വളരെ പ്രധാനപ്പെട്ട അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ശരി, നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങാം. നമുക്ക് രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇവിടെ കാണുമ്പോൾ അറിയാം. കണ്ടോ, ഇവിടെ ലെസ് ദാനെയും അതേപോലെ ഗ്രേറ്റർ ദാനെയും ഒക്കെ തന്നിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് തരുന്നത്. ഇവിടെ ഈസ് ഈക്വൽ ടുവും നോട്ട് ഈക്വൽ ടു ആണ് തരുന്നത്. മനസ്സിലായോ? ഈ ക്വസ്റ്റ്യനിൽ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഒക്കെ കാണും, വേറൊരു ക്വസ്റ്റ്യനിൽ ഈക്വൽസും നോട്ട് ഈക്വൽസും മാത്രം. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഒരേ കൺസെപ്റ്റ് ആണെങ്കിലും ഫോർമുലയിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ കണ്ടോ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ LHL ഈസ് ഈക്വൽ ടു RHL ഈസ് ഈക്വൽ ടു FA എന്നുള്ള ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴയ വീഡിയോ കണ്ടവർക്ക് ഈ ഒരു ഫോർമുല ഓർമ്മയുണ്ടാകും. LHL എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്നും RHLനെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നും വിളിക്കും. നമ്മൾ LHLന്റെ നൊട്ടേഷൻ ഇങ്ങനെയാണ്: ലിമിറ്റ് x ടെൻസ് ടു, ഇപ്പം ഇവിടെ a ആണെങ്കിൽ a മൈനസ് f ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, RHLന്റെ നൊട്ടേഷൻ ലിമിറ്റ് x ടെൻസ് ടു a പ്ലസ് f ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു f ഓഫ് a. ഇങ്ങനെയാണ് എഴുതുന്നത്. ഇങ്ങനെ LHL ഈസ് ഈക്വൽ ടു RHL ഈസ് ഈക്വൽ ടു f ഓഫ് a ആണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ, ഈ f ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ LHLനെ നമ്മൾ ലിമിറ്റ് x ടെൻസ് ടു a മൈനസ് f ഓഫ് എക്സ് എന്നും RHLന്റെ ഫോർമുല ലിമിറ്റ് x ടെൻസ് ടു a പ്ലസ് f ഓഫ് എക്സ് എന്നുമാണ്. ലിമിറ്റ് x ടെൻസ് ടു a മൈനസ് എന്ന് പറഞ്ഞാൽ x ലെസ് ദാൻ a എന്ന് ഓർക്കണം. ലിമിറ്റ് x ടെൻസ് ടു a പ്ലസ് എന്ന് പറഞ്ഞാൽ x ഗ്രേറ്റർ ദാൻ a എന്ന് ഓർക്കണം. അതേപോലെ f ഓഫ് a എന്ന് പറഞ്ഞാൽ x ഈസ് ഈക്വൽ ടു a ഓർക്കണം. ലിമിറ്റ് x ടെൻസ് ടു a മൈനസ് f ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം x ലെസ് ദാൻ a ആകുമ്പോൾ f ഓഫ് എക്സിന്റെ വാല്യൂ എന്നുള്ളതാണ്. കണ്ടോ, x ലെസ് ദാൻ a ആയപ്പോൾ f ഓഫ് എക്സിന്റെ വാല്യൂ ഇവിടെ 2x പ്ലസ് 3 ആണ്. RHL എന്ന് പറഞ്ഞാലോ ലിമിറ്റ് x ടെൻസ് ടു a പ്ലസ് f ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x ഗ്രേറ്റർ ദാൻ a ആകുമ്പോൾ f ഓഫ് എക്സിന്റെ വാല്യൂ എടുക്കണം. കണ്ടോ, x ഗ്രേറ്റർ ദാൻ a ആകുമ്പോൾ f ഓഫ് എക്സിന്റെ വാല്യൂ ഏതാണ്? 2x പ്ലസ് 3 ആണ്. അതേപോലെ എന്താണ് f ഓഫ് a? f ഓഫ് a എന്ന് പറഞ്ഞാൽ x ഈസ് ഈക്വൽ ടു a ആകുമ്പോൾ f ഓഫ് എക്സിന്റെ വാല്യൂ. കണ്ടോ, x ഈസ് ഈക്വൽ ടു a ആയപ്പോൾ f ഓഫ് എക്സിന്റെ വാല്യൂ ഏതാണ്? x സ്ക്വയർ. ഇങ്ങനെയൊക്കെയാണ് ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ കാര്യങ്ങൾ ഓർക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതൊന്നുകൂടി പറഞ്ഞോളാം. തൽക്കാലം നിങ്ങൾ ഈ ഒരു ഫോർമുല മാത്രം ഓർക്കുക. ഈ ഒരു കേസിൽ കണ്ടില്ലേ, ഇവിടെ ഇവർക്ക് ഈ ഒരു കേസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് x ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഒന്നുമില്ല. x ഈസ് ഈക്വൽ ടു എയും x നോട്ട് ഈസ് ഈക്വൽ ടു എയുമാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഫോർമുലയല്ല, പ്രത്യേകിച്ച് ഇതുകൊണ്ട് ഈ രണ്ട് സംഗതികൾ നമ്മൾ നേരിട്ട് ചെയ്യണ്ട. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായോ? ഇതുകൊണ്ട് ഇത്രയും സംഗതി ഈ a പ്ലസും a മൈനസും ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. ഇതിന് പകരം നമുക്ക് നേരിട്ട് ലിമിറ്റ് x ടെൻസ് ടു a എന്ന് മാത്രം കൊടുത്താൽ മതി. f ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, ഇതിന് വ്യത്യാസമില്ല, f ഓഫ് a ആണെങ്കിൽ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം f ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് എന്ന്. മനസ്സിലായോ? ഈക്വൽസും നോട്ട് ഈസ് ഈക്വൽ ടു ഒക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇവിടുത്തെ പോലെ LHLും RHLും കണ്ടുപിടിക്കേണ്ട, പകരം ഇതിന്റെ ഈ ഒരു സാധനം മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇതിന്റെ ഈ ഒരു കാര്യം മാത്രം, ലിമിറ്റ് x ടെൻസ് ടു a f ഓഫ് എക്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഈ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ട. അപ്പൊ ഈ ഒരു കേസിൽ നമ്മുടെ ഫോർമുല എങ്ങനെ വരും? ലിമിറ്റ് x ടെൻസ് ടു a f ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു f ഓഫ് a ആണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ f ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന്. ഇതിനെക്കുറിച്ചെല്ലാം കണക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്ത് വിശദമായിട്ട് പറഞ്ഞോളാം. ഈ 17ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടില്ലേ? ഫൈൻഡ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ a ആൻഡ് b എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എയും ബിയും ഉള്ള ഒരു ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത്. വേറെന്ത് പറഞ്ഞിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? ദ ഫംഗ്ഷൻ f ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് x ഈസ് ഈക്വൽ ടു 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇവിടെ കണ്ടോ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഉണ്ടോ? ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കണ്ടിന്യൂറ്റിയുടെ ഫോർമുല ഏതായിരിക്കും? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ LHL ഈസ് ഈക്വൽ ടു RHL ഈസ് ഈക്വൽ ടു f ഓഫ് a ആയിരിക്കും. മനസ്സിലായോ? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂറ്റിക്ക് ഉപയോഗിക്കുന്ന ഫോർമുല എന്തായിരിക്കും? LHL ഈസ് ഈക്വൽ ടു RHL. ഏതെങ്കിലും രണ്ടെണ്ണം എടുത്താൽ മതിയാകും കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരുന്നത്? ഹിയർ f ഓഫ് എക്സ് ഈസ് continuous
അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 3 അല്ലേ? ഓർക്കുന്നുണ്ടോ LHLന്റെ ഫോർമുല? ലിമിറ്റ് എക്സ് ടെൻസ് ടു എയുടെ സ്ഥാനത്ത് ഇവിടെ 3 ആണല്ലോ. 3 മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ്. അടുത്ത സ്റ്റെപ്പ് ഓർമ്മയുണ്ടോ? ഇവിടെ ഈ ഒരു സംഗതി നമ്മൾ എങ്ങനെ എഴുതുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് ആ മൈനസ് ഈ പുറത്തുള്ള ഈ റൈറ്റ് സൈഡിലുള്ള മൈനസ് ഇനി ഇടണ്ട, 3 ഇട്ടാൽ മതി. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എന്താ എക്സ് ടെൻസ് ടു 3 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ 3 ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എവിടെ വരും നോക്കണം. കണ്ടോ, എക്സ് ലെസ് ദാൻ 3 ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഏതാണ്? ax പ്ലസ് 1 ആണല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ എഫ് ഓഫ് എക്സിന് പകരം നമുക്ക് ഈ ax പ്ലസ് 1 കൊടുക്കാമല്ലോ. സോ ax പ്ലസ് 1 ഈസ് ഈക്വൽ ടു ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എന്നാ. അപ്പൊ 3 പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 3 ഇട്ടാൽ മതി. നോക്കിക്കേ, എന്താ എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ? എക്സ് ടെൻസ് ടു 3 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ 3 എന്നാണ് അതിന്റെ അർത്ഥം. അതായത് എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 3 ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഏതാണത്? bx പ്ലസ് 3 ആണ്. സോ എഫ് ഓഫ് എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? bx പ്ലസ് 3 കൊടുക്കാം. ഇനി നമ്മൾ പ്ലസ് 1 പഠിച്ചിട്ടുള്ള അതേ പോർഷൻസ് എക്സ് കാണുന്നിടത്തെല്ലാം എന്ത് കൊടുക്കണം? 3 കൊടുക്കണം. സോ a ഇൻറ്റു 3 അല്ലേ പ്ലസ് 1 ഈസ് ഈക്വൽ ടു ഇവിടെ എക്സ് കാണുന്നിടത്ത് 3 കൊടുത്തേ b ഇൻറ്റു 3 പ്ലസ് 3 a ഇൻറ്റു 3 3a പ്ലസ് 1 ഈസ് ഈക്വൽ ടു b ഇൻറ്റു 3 3b പ്ലസ് 3 അല്ലേ? ഈ 1നെ വേണമെങ്കിൽ അപ്പുറത്ത് കൊണ്ടുപോകാം. സോ 3a ഈസ് ഈക്വൽ ടു 3b പ്ലസ് 3 ഈ പ്ലസ് 1 അപ്പുറത്ത് ചെല്ലുമ്പോൾ മൈനസ് 1 ദാറ്റ് ഈസ് 3a ഈസ് ഈക്വൽ ടു 3b പ്ലസ് 3 മൈനസ് 1 എത്രയാണ്? 2. ക്വസ്റ്റ്യന് ചോദിച്ചിരുന്നത് ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്നാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, എന്ന് പറഞ്ഞാൽ എയും ബിയും ഉള്ള ഒരു ഇക്വേഷൻ കിട്ടണമെന്നാണ് അതിന്റെ അർത്ഥം. കണ്ടില്ലേ? അങ്ങനെ എയും ബിയെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. സോ ദിസ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇപ്പൊ ടെക്സ്റ്റിൽ ഈ ഒരു ആൻസർ അല്ല കിടക്കുന്നത് എനിക്ക് തോന്നുന്നത്. അവർ ഈ 3b ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ 3a ഈ 3b ഇപ്പുറത്ത് കൊണ്ടുവന്ന് മൈനസ് 3b ഈസ് ഈക്വൽ ടു 2. ഇവിടുന്ന് 3 കോമൺ എടുത്തു. a മൈനസ് ബി ഈസ് ഈക്വൽ ടു 2. പിന്നെ ഇതിനെ ഇങ്ങനെ താഴെ കൊണ്ടുവന്ന് a മൈനസ് ബി ഈസ് ഈക്വൽ ടു 2/3. ഈ മൈനസ് ബി ഇപ്പുറത്ത് കൊണ്ടുവന്ന് a ഈസ് ഈക്വൽ ടു ബി പ്ലസ് 2/3 എന്നൊക്കെയാണ് ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ എഴുതണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് ഇവിടം വരെ എഴുതി നിർത്തിയാലും യാതൊരു തെറ്റുമില്ല. 18ാമത്തെ ക്വസ്റ്റ്യൻ 2 പാർട്ട് ഉണ്ട് ഇവിടെ. ഇതിൽ ഒന്നാമത്തെ പാർട്ട് പറഞ്ഞിരിക്കുന്നത് എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ കണ്ടോ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഇതാണ് നമ്മളോട് ഒന്നാമത് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഫംഗ്ഷൻ ഈ തന്നിരുന്ന ഈ ഒരു ഫംഗ്ഷൻ എക്സ് ഈസ് ഈക്വൽ ടു 1 എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ അല്ലയോ. ഇങ്ങനെ 2 കാര്യങ്ങളാണ് ചോദിച്ചിരുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. ഈ ഫംഗ്ഷൻ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാ പറഞ്ഞത്? ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ജോലി. രണ്ടാമത്തെ ജോലി എന്ന് പറഞ്ഞാൽ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്നുള്ള പോയിന്റിൽ ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യണം. ഒന്നാമതായി അവർ പറഞ്ഞിരുന്ന കാര്യം എഴുതാം. എന്താ ഒന്നാമത് അവർ പറഞ്ഞിരുന്നത്? എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 അല്ലേ? അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഏതാണ് കണ്ടിന്യൂറ്റിയുടെ ഫോർമുല? അപ്പൊ നമ്മൾ നോക്കണം. കണ്ടോ എക്സ് ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഒക്കെ ഈ ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതാണ് നമ്മുടെ ഫോർമുല? LHL ഈസ് ഈക്വൽ ടു RHL. ക്വസ്റ്റ്യൻസിലൊക്കെ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ LHL RHL മാത്രം എടുത്താൽ മതി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. എന്താ എക്സ് ടെൻസ് ടു 0 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കണ്ടോ എക്സ് ലെസ് ദാൻ 0 ആയപ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഏതാണ്? ഇതാണ് ലാംഡ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2x ഈസ് ഈക്വൽ ടു ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇനിയും ഈ പ്ലസ് ഇടണ്ടെന്ന് ഞാൻ പറഞ്ഞു 0. എന്താ എക്സ് ടെൻസ് ടു 0 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നാണ് അതിന്റെ അർത്ഥം. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയപ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഏതാണത്? 4x പ്ലസ് 1. ഇനി നമുക്ക് എക്സ് കാണുന്നിടത്തെല്ലാം നേരിട്ട് 0 കൊടുക്കാമല്ലോ. സോ ലാംഡ ഇൻറ്റു 0 കൊടുത്തേ 0 മൈനസ് 2 ഇൻറ്റു 0 അല്ലേ ഈസ് ഈക്വൽ ടു ഇവിടെ എക്സ് കാണുന്നിടത്ത് 0 കൊടുക്കാമല്ലോ 4 ഇൻറ്റു 0 പ്ലസ് 1. സോ 0 മൈനസ് 0 0 ആണ്. ദാറ്റ് ഈസ് ലാംഡ ഇൻറ്റു
0 is equal to 4 into 0, 0 plus 1. That is lambda into 0. എത്ര lambda into 0? 0 is equal to 1. ഇത് ശരിയാണോ? 0 1 ഈക്വൽ ആണോ? അല്ലല്ലോ. സോ ദിസ് ഈസ് നോട്ട് പോസിബിൾ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനെ ചോദിച്ചത് എന്തുവാ? വാട്ട് വാല്യൂ ഓഫ് ലാംഡ വെൻ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്? മനസ്സിലായോ? ലാംഡയ്ക്ക് ഏത് വാല്യൂ കിട്ടിയാലാണ് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുക? അതായത് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിരുന്നു നമ്മളോട് ചോദിച്ചിരുന്നത്. അങ്ങനെ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ലാംഡ വേണമായിരുന്നു. ഇവിടെ ലാംഡ ഇല്ലെന്ന് മാത്രമല്ല, നമുക്ക് 0 is equal to 1 എന്നുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കിട്ടുകയും ചെയ്തു. Therefore, for no values of lambda, the function f of x is continuous. മനസ്സിലായല്ലോ? ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകാൻ ലാംഡയ്ക്ക് ഒരു വാല്യൂ പോലും ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. സോ ഫോർ നോ വാല്യൂസ് ഓഫ് ലാംഡ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. വാട്ട് അബൌട്ട് ദ കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1? എക്സ് ഈസ് ഈക്വൽ ടു 1ൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ? അപ്പൊ നമ്മൾ സാധാരണ ഈ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുമ്പോഴേ നമ്മുടെ ഈ പോയിന്റ് എന്ന് പറഞ്ഞാലും നമ്മളതിന്റെ ഈ ഒരു പാർട്ടീഷനിങ്, ഇത് നമ്മൾ പറയുന്ന പേര് പാർട്ടീഷനിങ് പോയിന്റ്സ് എന്നാണ്. നമുക്ക് തന്നിരിക്കുന്ന പോയിന്റും ഈ പാർട്ടീഷനിങ് പോയിന്റും സെയിം ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഇവർ ചോദിച്ചിരുന്നത് എക്സ് ഈസ് ഈക്വൽ ടു 1 ആണ്. നമ്മുടെ നമ്പർ ലൈൻ വരയ്ക്കുമ്പോഴേ 0 കഴിഞ്ഞല്ലേ 1 വരുന്നത് അല്ലേ? അപ്പം ഈ 1 എന്നുള്ളത് എക്സ് ലെസ് ദാൻ 0യിലാണോ എക്സ് ഗ്രേറ്റർ ദാൻ 0യിലാണോ ഉള്ളത്? അല്ലെ, 1 എന്ന് പറഞ്ഞാൽ എപ്പോഴും 0യേക്കാളും കൂടുതലാണല്ലോ. ശരി, അപ്പം ഈ 1 എന്നുള്ള പോയിന്റ് എവിടെ ആയിരിക്കും? എക്സ് ലെസ് ദാൻ 0യിലായിരിക്കുമോ എക്സ് ഗ്രേറ്റർ ദാൻ 0യിലായിരിക്കുമോ 1 വരിക? 1 എന്നുള്ളത് എപ്പോഴും 0യേക്കാളും കൂടുതലാണ്. സോ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള ഫംഗ്ഷനിലാണ് ആര് വരിക? 1 വരിക. സോ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1 എടുക്കുമ്പോൾ നമ്മൾ ഫംഗ്ഷനായിട്ട് എടുക്കേണ്ടത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, എവിടാണ് ഈ ഫംഗ്ഷൻ വരിക? എക്സ് ഗ്രേറ്റർ ദാൻ 0ലാണല്ലോ. ആ ഫംഗ്ഷൻ ഏതാണ്? 4x plus 1 അല്ലേ? സിംപ്ലി നമുക്ക് നോക്കാം. ലിമിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിമിറ്റ് ഇനിയും LHലും RHലും ഒന്നും വേണ്ട. ലിമിറ്റ് എക്സ് ടെൻസ് ടു പോയിന്റ് ഏതാണ്? 1 അല്ലേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഏതാണത്? 4 into 1 plus 1 is equal to 5. അതേപോലെ എഫ് ഓഫ് എ വേണമല്ലോ. സോ എഫ് ഓഫ് 1 എത്രയാണ്? എഫ് ഓഫ് 1 അതും എന്ത് തന്നെ? 4 into 1 plus 1 is equal to 5. അപ്പൊ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് is equal to എഫ് ഓഫ് 1 implies എഫ് ഓഫ് എക്സ് is continuous at x is equal to 1. 23ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ തൊട്ടു മുമ്പ് ചെയ്ത 2 ക്വസ്റ്റ്യൻ പോലെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് അവർ ഇങ്ങോട്ട് നമുക്ക് തന്നിട്ടില്ല. ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് ചെയ്തത്. അതായത് ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കലാണ് നമ്മുടെ ഒന്നാമത്തെ ജോലി. കണ്ടോ, ഇവിടെ എക്സ് ലെസ് ദാൻ 0യും എക്സ് ഗ്രേറ്റർ ദാൻ 0യും അങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സോ നമ്മുടെ ഫോർമുല ഏതായിരിക്കും? LHL ഈസ് ഈക്വൽ ടു RHL അല്ലേ? ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ അല്ലേ? ഇതാണോ നമ്മൾ ചെക്ക് ചെയ്യണം? LHL ചെയ്യാം. LHL ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? LHL ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് അല്ലേ? 0 ആണ് ഇവിടുത്തെ പോയിന്റ്. സോ 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ്, അവിടെ നമ്മൾ ഇനി 0 ഇട്ടാൽ മതി. എന്താ ഈ 0 മൈനസ് എന്ന് പറഞ്ഞാൽ? 0 മൈനസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എക്സ് ലെസ് ദാൻ 0 എന്നാ അല്ലേ? സോ എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഏതാണ്? സൈൻ എക്സ് ബൈ എക്സ്. ആർക്കെങ്കിലും ഒക്കെ +1ലെ പോർഷൻ ഓർമ്മ വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ ഇവിടെ ഈ എക്സിന്റെ പകരം ഈ 0 ഇട്ട് കൊടുത്താൽ എന്ത് വരുമെന്ന് അറിയാമോ? ഒന്ന് കൊടുത്ത് നോക്കാമോ? സൈൻ 0 ബൈ 0 വരും. എന്താ സൈൻ 0? 0 ബൈ 0 ഫോമാ. ഈ 0 ബൈ 0 ഫോമിലിട്ട് നമുക്ക് ഈ കണക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നോട്ട് ഡിഫൈൻഡാ. അപ്പം ഇതിന് നമുക്ക് ഒരു ഫോർമുല ഉണ്ടായിരുന്നു +1ൽ. അതിങ്ങനെയാണ്: ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ എ തീറ്റ ബൈ എ തീറ്റ ഈസ് ഈക്വൽ ടു 1. ഒരൊറ്റ കാര്യം മാത്രമേ അവർ പറഞ്ഞുള്ളൂ, ഈ സൈൻ കഴിഞ്ഞ് വരുന്ന ആംഗിൾ ഏതാണോ അത് തന്നെ വരണം ന്യൂമറേറ്ററിലും. അല്ലെങ്കിൽ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ എന്നും പറയാം ഈസ് ഈക്വൽ ടു 1. ഒറ്റ കാര്യമേ ഉള്ളൂ,
ഇവിടെ എന്താണോ വരുന്നത് അത് തന്നെ വരണം ഡിനോമിനേറ്ററിലും. കണ്ടോ, ഇവിടെ എ തീറ്റ വരികയാണെങ്കിൽ അത് തന്നെ വരണം ഡിനോമിനേറ്ററിലും. അപ്പൊ ലിമിറ്റ് തീറ്റ ടെൻസ് 0 സൈൻ തീറ്റ ബൈ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്നൊരു ഫോർമുല നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ അത് തന്നെ വന്നിരിക്കുന്നത്. കണ്ടോ, ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എക്സ് ബൈ എക്സ് അല്ലേ, തീറ്റ ടെൻസ് 0 സൈൻ തീറ്റ ബൈ തീറ്റ. അതേപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എക്സ് ബൈ എക്സ് എത്ര ആയിരിക്കും? അത് 1. RHL എന്താണ്? RHL ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് അല്ലേ, ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മാത്രം ഇട്ടാൽ മതി. എന്താ എക്സ് ടെൻസ് ടു 0 പ്ലസ് എന്ന് പറഞ്ഞാൽ? എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ, എക്സ് ഗ്രേറ്റർ ദാൻ 0 വന്നപ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഏതാണ്? എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു എക്സിന് പകരം 0 കൊടുത്തേ 0 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1. LHL-ഉം RHL-ഉം ഈക്വൽ ആയിട്ട് കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി എഫ് ഓഫ് എ കൂടെ കണ്ടുപിടിക്കണം. സോ എന്താ എഫ് ഓഫ് എ? ഇവിടെ എയുടെ സ്ഥാനത്ത് ഇവിടെ 0 ആയ പോയിന്റ്. എഫ് ഓഫ് 0 എപ്പോഴാണ് ഈ എഫ് ഓഫ് 0 നമ്മൾ എഴുതുന്നത്? എക്സ് ഈസ് ഈക്വൽ ടു 0 വരണം അല്ലേ. കണ്ടോ, ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നുമാണ്, അതേപോലെ തന്നെ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നുമാണ്. സോ ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു 0 വരുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ ഫംഗ്ഷൻ നമ്മോട് ചോദിക്കുമ്പോൾ നമ്മൾ ഇത് എടുക്കേണ്ടത്. എക്സ് ഈസ് ഈക്വൽ ടു 0 വരുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ ഫംഗ്ഷൻ ഏതാണത്? എക്സ് പ്ലസ് 1 തന്നെ അല്ലേ. സോ ഇവിടുത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഏതായിരിക്കും? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 തന്നെ ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് 0 ഒന്ന് എഴുതാമോ? എന്താ എഫ് ഓഫ് 0? എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു എക്സിന് പകരം 0 കൊടുത്തേ 0 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1. ഇതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, ഇവിടെ 3 ഈക്വൽ ആയിട്ട് കിട്ടിയല്ലോ. LHL, RHL, എഫ് ഓഫ് 0 3 ഈക്വൽ ആയിട്ട് കിട്ടിയല്ലോ. സോ LHL ഈസ് ഈക്വൽ ടു RHL ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0. 3 ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. സോ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്. ഇവർ ചോദിച്ചിരിക്കുന്നത് എന്തുവാ? ഇത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റാ. നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണല്ലോ. അപ്പൊ ഏതൊരു പോയിന്റ് എടുത്താലും നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഒരു പോയിന്റിലും ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആകുന്നില്ല അല്ലേ, കാരണം എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്തുവാ? ഫൈൻഡ് ദ പോയിന്റ്സ് വേർ ദ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ്. നമ്മുടെ ഫംഗ്ഷൻ ഓൾറെഡി കണ്ടിന്യൂസ് ആണല്ലോ. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ അത് ഒരു പോയിന്റിലും എന്തല്ല? ഡിസ്കണ്ടിന്യൂസ് അല്ല. അപ്പൊ നമ്മോട് ചോദിച്ചിരിക്കുക പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂസ്. അങ്ങനെ ഒരു പോയിന്റിലും അത് ഡിസ്കണ്ടിന്യൂസ് അല്ലല്ലോ. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് അത് ഒരു പോയിന്റിലും ഡിസ്കണ്ടിന്യൂസ് ആകത്തില്ലല്ലോ. സോ നമുക്ക് പറയാം therefore no points of discontinuity. ഈ 24ാമത്തെ ക്വസ്റ്റ്യനിൽ ഇവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിറ്റർമിൻ എഫ് ഈസ് കണ്ടിന്യൂസ് എന്നാണ്. അതായത് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കണം. നമ്മൾ സാധാരണ ചെയ്തു വന്നിരുന്ന അതേ പരിപാടി, പക്ഷേ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ക്വസ്റ്റ്യനിൽ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് എഴുതണ്ട? LHL-ഉം RHL-ഉം നമ്മൾ എഴുതേണ്ട കാര്യമില്ല. പകരം ഈ ഒരു ഫോർമുല മാത്രം നമ്മൾ എഴുതിയാൽ മതിയാകും. മനസ്സിലായല്ലോ? അതിന്റെ കാരണം ഞാൻ ഒന്നുകൂടി പറയാം. LHL-ഉം RHL-ഉം ഉപയോഗിക്കുന്നത് ഈ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഒക്കെ നമ്മുടെ റേഞ്ചിൽ വരുമ്പോഴാണ്. അല്ലാത്ത കേസിൽ നമ്മൾ ഈ ഒരു ഫോർമുല ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഈസ് ഈക്വൽ ടു നോട്ട് ഈസ് ഈക്വൽ ടു ഒക്കെ വരുമ്പോൾ ഈ ഒരു ഫോർമുല ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതിയാകും. അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഒന്നും ഇല്ലല്ലോ. നമുക്കിവിടെ 2 ജോലിയാണ്. ഒന്ന് എഫ് ഓഫ് എ കണ്ടുപിടിക്കണം, അതേപോലെ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ എഫ് ഓഫ് എക്സും കണ്ടുപിടിക്കണം. എയുടെ സ്ഥാനത്ത് ഇവിടെ 0 സോ എഫ് ഓഫ് 0 കണ്ടുപിടിക്കണം. അതേപോലെ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എയുടെ സ്ഥാനത്ത് ഇവിടെ 0 അല്ലേ, 0 എഫ് ഓഫ് എക്സും കണ്ടുപിടിക്കണം. എന്താ എഫ് ഓഫ് 0? ഞാൻ ഇതുവരെ പറഞ്ഞിരുന്ന അതേ കാര്യം. എക്സ് ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? അതാണ് എഫ് ഓഫ് 0. കണ്ടോ, എക്സ് ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഏതാണ്? 0. അത് വളരെ എളുപ്പത്തിൽ കിട്ടി. ഇതും വളരെ സിമ്പിൾ ആണ്. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0. ഈ എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 0 എവിടെ വന്നിരിക്കുന്നത്? ഈ ഒരു ഇതാണ്. കണ്ടോ എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 0യിൽ ഈ ഫംഗ്ഷൻ ഏതാണ്? എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ 1/x. തൊട്ടുമുമ്പത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ ഇവിടെ എക്സിന് പകരം 0 കൊടുത്താൽ ഇത് 0 ഇൻറ്റു സൈൻ 1/0 വരും. ഈ 0 പ്രശ്നമില്ല, പക്ഷെ സൈൻ കഴിഞ്ഞ്
ഈ 1/0 എന്നുള്ള സാധനം ഇത് പറ്റത്തില്ല, കാരണം ഇത് 1/0 നോട്ട് ഡിഫൈൻഡാണ്. സോ നമുക്കിതിന് ഇങ്ങനെയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേ കാര്യം തന്നെ, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ എ തീറ്റ വരികയാണെങ്കിൽ താഴെയും എന്ത് തന്നെ വരണം, എ തീറ്റ ഈസിക്കൽ ടു 1. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഈ ക്വസ്റ്റ്യന് ചെയ്യാൻ പറ്റുള്ളൂ. ഈസിക്കൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് സ്ക്വയർ ഇൻറ്റു, ഇവിടെ കണ്ടോ സൈൻ എന്താണ് 1/x ആണ്. അപ്പം ഇവിടെ എ തീറ്റ ആണെങ്കിൽ താഴെയും എ തീറ്റ വരണമല്ലോ. സോ ഇവിടെ 1/x ആണെങ്കിൽ താഴെയും എന്ത് തന്നെ വരണം, 1/x വരണം. അപ്പോൾ ഒരു 1/x കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. താഴെ ചുമ്മാ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ നമ്മൾ അതിനെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. സോ ഒരു 1/x കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. ഇതിനെ അങ്ങ് ഒരുമിച്ചെടുക്കാം. ഇതിൻ്റെ ഈ ഒരു എക്സും എക്സ് സ്കോറും കിട്ടും. ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതാമോ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ഇൻറ്റു അകത്തോട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 1/x ബൈ 1/x. നോക്കിക്കേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് 0 ഇൻറ്റു എന്താണ് സൈൻ തീറ്റ ബൈ തീറ്റ 1 അല്ലേ. സോ സൈൻ 1/x ബൈ 1/x എന്തായിരിക്കും 1. സോ 0 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 0. സോ എഫ് ഓഫ് 0 ചെയ്തപ്പോൾ 0 കിട്ടി, ലിമിറ്റ് ചെയ്തപ്പോൾ 0 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്ത് തന്നെ, എഫ് ഓഫ് 0 ഇംപ്ലൈസ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. 25ാമത്തെ ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ കണ്ടിന്യൂറ്റി എന്നാണ് അവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കണ്ടോ, ഇവിടെ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഒന്നുമില്ല, ഈക്വൽസും നോട്ട് ഈക്വൽസുമേ ഉള്ളൂ. നമ്മുടെ ജോലി എന്തായിരുന്നു, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ ആണോ എന്ന് ചെക്ക് ചെയ്യണം. എയുടെ സ്ഥാനത്ത് ഇവിടെ 0 ആണ്. അപ്പം ഇത് ചെക്ക് ചെയ്യുക, ഇതാണ് നമ്മുടെ ജോലി. ശരി, ആദ്യമേ നമുക്ക് എഫ് ഓഫ് എ കണ്ടുപിടിക്കാം. ഏതാ ഇവിടെ എഫ് ഓഫ് എ, എഫ് ഓഫ് 0. സോ എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു 0 വരുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കണ്ടോ, എക്സ് ഈസ് ഈക്വൽ ടു 0 വന്നപ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഏതാണ്, -1. സോ എഫ് ഓഫ് 0 നമുക്ക് -1 കിട്ടി. ഇതിന്റെ ജോലി കഴിഞ്ഞു. ഇനിയും ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് അല്ലേ. ശരിക്കും എക്സ് ടെൻസ് ടു എ അല്ല, ഇവിടെ എക്സ് ടെൻസ് ടു 0 ആണ്. ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് അല്ലേ. അപ്പം എക്സ് ടെൻസ് ടു എന്ന് പറയുമ്പോൾ ഈ എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു എടുക്കേണ്ടത് ഏതാ അവിടുത്തെ എഫ് ഓഫ് എക്സ്, സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സിന് 0 കൊടുത്തേ, സൈൻ 0 മൈനസ് കോസ് 0 അല്ലേ, ഈക്വൽസ് സൈൻ 0 മൈനസ് എന്താ കോസ് 0 1 അല്ലേ. സോ 0 മൈനസ് 1 ഈസ് -1. ഇതും കണ്ടുപിടിച്ചു. നോക്കിക്കേ, ഇത് രണ്ടും ഈക്വൽ ആണോ, എഫ് ഓഫ് 0 ചെയ്തപ്പോൾ -1 വന്നു, ലിമിറ്റ് ചെയ്തപ്പോഴും -1 വന്നു. Therefore ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. ഈ 26ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് the function is continuous at x is equal to pi by 2, find the value of k. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. f of x is continuous at x is equal to pi by 2. നമുക്കതൊന്ന് എഴുതാമല്ലോ. f of x is continuous at x is equal to pi by 2 എന്ന് ഇവർ ഇങ്ങോട്ട് നമുക്ക് തന്നിട്ടുണ്ട്. മനസ്സിലായോ? തൊട്ടു മുമ്പത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ പലതിലും നമ്മൾ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുമായിരുന്നു. ഇവിടെ ഇത് കണ്ടിന്യൂസ് ആണെന്ന് ഇങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താ കണ്ടിന്യൂസിന്റെ ഫോർമുല, ഇവിടെ കണ്ടോ, ഈസ് ഈക്വൽ ടു ആൻഡ് നോട്ട് ഈസ് ഈക്വൽ ടു ആ. ഫോർമുല ഏതാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് പൈ ബൈ 2. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ LHL ഉം RHL ഉം ഒന്നും എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഒക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ LHL ഒക്കെ എടുക്കുക. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് പൈ ബൈ 2. അതിനെക്കുറിച്ച് ആദ്യം പറയാം. എന്താ എഫ് ഓഫ് പൈ ബൈ 2? എക്സ് ഈസ് ഈക്വൽ ടു പൈ ബൈ 2 വരുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഏതാണത്, 3. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞേ ഏതാണത്,
k into cos x by pi minus 2x. ഇതിവിടെ നീക്കിയിട്ട് ഈ ഒരു സാധനത്തെ മാത്രമായിട്ട് നമുക്കൊന്ന് എടുത്തെഴുതാം. ലിമിറ്റ് x tends to pi by 2 k into cos x divided by pi minus 2x. നമ്മൾ നേരിട്ട് എക്സിന് പകരം ഈ പൈ ബൈ 2 കൊടുത്തുന്നിരിക്കട്ടെ, എന്ത് വരും? k into cos pi by 2 by pi minus 2 into pi by 2. 2 2 ക്യാൻസൽ ആകും. So k into എന്താ cos pi by 2? Cos pi by 2 is 0 by pi minus pi is 0 is equal to 0 by 0 ഫോം വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്തിരി ടഫാണ്. നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ച ഒരു കാര്യം ഓർക്കുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. സമാനമായ ഒരു ക്വസ്റ്റ്യൻ പ്ലസ് വണ്ണിൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്നുള്ള ചാപ്റ്ററിൽ ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ആദ്യം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അതായത് ഈ ഡിനോമിനേറ്റർ കണ്ടോ, പൈ മൈനസ് 2x, അതിന് നമ്മൾ പുട്ട് h is equal to pi minus 2x കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എക്സിന്റെ വാല്യൂ കിട്ടുമോ? ഈ മൈനസ് 2x ഇപ്പുറത്ത് വരട്ടെ, 2x is equal to h ഇപ്പുറത്ത് വരട്ടെ, pi minus h അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് x കിട്ടുമല്ലോ. x is equal to എത്ര വരും? pi minus h by 2 അല്ലേ? നമുക്കതിനെ pi by 2 minus h by 2 എന്ന് എഴുതാം. ഈ ലിമിറ്റ് നമുക്കൊന്ന് എടുത്തെഴുതാമല്ലോ. is equal to ലിമിറ്റ് k into cos x. ഏതായിരുന്നു എക്സ്? എക്സിന്റെ വാല്യൂ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, പൈ ബൈ 2 മൈനസ് എച്ച് ബൈ 2 ഡിവൈഡഡ് ബൈ പൈ മൈനസ് 2x. ഏതാ ഇവിടെ പൈ മൈനസ് 2x? എച്ച്. നോക്കിക്കേ, ഇവിടെ എക്സ് ടെൻസ് ടു പൈ ബൈ 2 ആ അല്ലേ? ഇവിടെ എച്ചിന്റെ വാല്യൂ എന്തായിരുന്നു? എച്ചിന്റെ വാല്യൂ ശരിക്കും പറഞ്ഞാൽ പൈ മൈനസ് 2x. ഈ പൈ മൈനസ് 2 ഇൻറ്റു എക്സിന് പകരം പൈ ബൈ 2 എന്ന് കൊടുത്താൽ എന്ത് വരും? 2 2 കട്ടായി പൈ മൈനസ് പൈ 0 വരും. അതായത് എക്സ് ടെൻസ് ടു പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ ഈ എക്സിന്റെ വാല്യൂ പൈ ബൈ 2 എടുത്ത് രണ്ട് ഈ എച്ചിൽ ഇട്ട് കൊടുത്താൽ എച്ച് എന്തായി മാറും? 0 ആയി മാറും. സോ എക്സ് ടെൻസ് ടു പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? എച്ച് ടെൻസ് ടു 0 ആയിരിക്കും. ഇതൊക്കെ കഴിഞ്ഞ വർഷം പഠിപ്പിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാത്തത്. ഇതൊന്നുകൂടി ഓർത്തോണം. ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഈ എക്സ് ടെൻസ് ടു പൈ ബൈ 2 എന്നുള്ളത് എച്ച് ടെൻസ് ടു 0 എന്ന് മാറും. ഈക്വൽസ് ലിമിറ്റ് h tends to 0 k into cos pi by 2 minus h by 2. എന്താണ് cos pi by 2 minus theta? Cos pi by 2 minus theta is sin theta ആണ്. സോ cos pi by 2 minus h by 2 എന്ന് പറഞ്ഞാൽ എത്ര വരും? അത് sin h by 2 by h. sin theta by theta is equal to 1 എന്നാ അല്ലേ? ഇവിടെ തീറ്റ ആണെങ്കിൽ താഴെയും തീറ്റ വരണം, ഇവിടുത്തെ സെയിം ആംഗിൾ തന്നെ താഴെ വരണം. ഇവിടെ h by 2 ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്ററിലും എന്ത് വരണം? h by 2 വരണം. സോ ഈസ് ഈക്വൽ ടു, ഇവിടെ k കോൺസ്റ്റന്റ് അല്ലേ, അതിനങ്ങ് പുറത്തിടാമല്ലോ. ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ h by 2 ബൈ താഴെ h അല്ലേ, ഇപ്പൊ മുകളിൽ h by 2 ആണെങ്കിൽ താഴെയും h by 2 വരണമല്ലോ. ഒരു ബൈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ചുമ്മാതെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഒരു ബൈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. ഈ 2 കോൺസ്റ്റന്റ് അതിനങ്ങ് പുറത്തിടാമല്ലോ. ഈസ് ഈക്വൽ ടു k by 2 ഇൻറ്റു ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ h by 2 ബൈ h by 2. എന്താ സൈൻ h by 2 ബൈ h by 2? ദാറ്റ് ഈസ് k by 2 ഇൻറ്റു എന്താണ്? ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ h by 2 ബൈ h by 2 1 ആണ്. സോ ആൻസർ ഈസ് k by 2. ദാറ്റ് ഈസ് ഈ ഒരു ലിമിറ്റ് ചെയ്തപ്പോൾ കണ്ടോ, ഈ ഒരു ലിമിറ്റ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? k by 2 കിട്ടി. സോ k by 2 ഈസ് ഈക്വൽ ടു 3. ഫൈൻ k എന്നാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. ദാറ്റ് ഈസ് k ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 6. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോണം. ക്വസ്റ്റ്യൻ നമ്പർ 27. ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ ഇൻഡിക്കേറ്റഡ് പോയിന്റ് എന്നാ. ഇവിടുത്തെ പോയിന്റ് ഏതാ? x ഈസ് ഈക്വൽ ടു 2 ആ. എന്ന് വെച്ചാൽ ദ ഫംഗ്ഷൻ ഏതാ? ഫംഗ്ഷൻ f ഓഫ് x ഈസ് കണ്ടിന്യൂസ് അറ്റ് x ഈസ് ഈക്വൽ ടു 2. k യുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ കണ്ടോ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഉണ്ടല്ലോ. LHL ഈസ് ഈക്വൽ ടു RHL. LHL ഫോർമുല ഏതാണ്? ലിമിറ്റ് x ടെൻസ് ടു 2 മൈനസ് f ഓഫ് x അല്ലേ, ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 2 പ്ലസ് f ഓഫ് x.
ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. ഈ മൈനസ് ഇനി ഇടണ്ടായല്ലോ. എന്താ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ 2 വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ കണ്ടോ. എക്സ് ലെസ് ദാൻ 2 വന്നപ്പോൾ ആ ഫംഗ്ഷൻ ഏതായിരുന്നു? എഫ് ഓഫ് എക്സ് ഏതായിരുന്നു? കെ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. കണ്ടോ, ഇവിടെ എക്സ് ടെൻസ് ടു 2 പ്ലസ് ആ, ദാറ്റ് ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ 2 വന്നപ്പോൾ ആ ഫംഗ്ഷന്റെ വാല്യൂ ഏതായിരുന്നു? 3. ഇനിയും എന്ത് ചെയ്യണം? എക്സിന് പകരം 2 കൊടുക്കണം. സോ കെ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടെ കോൺസ്റ്റന്റ് അല്ലേ, അതിനെ നമുക്ക് അതേപോലെ ഇടാം. ദാറ്റ് ഈസ് കെ ഇൻറ്റു 2 സ്ക്വയർ ഈസ് 4 ഈസ് ഈക്വൽ ടു 3. ദാറ്റ് ഈസ് കെ ഈസ് ഈക്വൽ ടു 3/4. 28ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത്, തുടക്കത്തിൽ പറഞ്ഞിരുന്നത് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ ഇൻഡിക്കേറ്റഡ് പോയിന്റ്സ് എന്നാണ്. എന്ന് വെച്ചാൽ ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു പൈ ഇവിടുത്തെ പോയിന്റ്. സോ അതിന്റെ അർത്ഥം എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു പൈ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർമുല കണ്ടോ, ഇവിടെ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഒക്കെ ഉണ്ടല്ലോ. സോ എൽ എച്ച് എൽ ഈസ് ഈക്വൽ ടു ആർ എച്ച് എൽ ആണല്ലോ. എന്താണ് എൽ എച്ച് എൽ? ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ആർ എച്ച് എൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ പ്ലസ് എഫ് ഓഫ് എക്സ് ഇംപ്ലൈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ അല്ലേ? എന്താ പൈ മൈനസ് എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ പൈ. കണ്ടോ, എക്സ് ലെസ് ദാൻ പൈ ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഏതാണത്? കെ എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ പ്ലസ് എന്നല്ലേ? എന്ന് വെച്ചാൽ എക്സ് ഗ്രേറ്റർ ദാൻ പൈ ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഏതാണത്? എക്സ് ഗ്രേറ്റർ ദാൻ പൈ ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഈസ് കോസ് എക്സ് അല്ലേ? എക്സിന് പകരം പൈ കൊടുക്കാമല്ലോ. കെ പൈ പ്ലസ് 1 ഈസ് ഈക്വൽ ടു കോസ് പൈ. ദാറ്റ് ഈസ് കെ ഇൻറ്റു പൈ പ്ലസ് 1 ഈസ് ഈക്വൽ ടു കോസ് പൈ ഈസ് മൈനസ് 1. കെ പൈ ഈസ് ഈക്വൽ ടു ഈ പ്ലസ് 1 അപ്പുറത്ത് ചെല്ലുമ്പോൾ മൈനസ് 1, പിന്നെ ഓൾറെഡി ഒരു മൈനസ് 1 ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് മൈനസ് 2. സോ കെ ഈസ് ഈക്വൽ ടു മൈനസ് 2/π. വളരെ സിമിലർ ആണ് 29ാമത്തെ ക്വസ്റ്റ്യനും. പഴയ പോലെ എക്സ് ഈസ് ഈക്വൽ ടു 5 ആണ്. സോ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 5. ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഉള്ളത് കൊണ്ട് തന്നെ എൽ എച്ച് എൽ ഈസ് ഈക്വൽ ടു ആർ എച്ച് എൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5. എന്താ ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എക്സ് ലെസ് ദാൻ 5 ആ. സോ എക്സ് ലെസ് ദാൻ 5 ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഏതാണത്? കെ എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു, ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 കണ്ടോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? എക്സ് ഗ്രേറ്റർ ദാൻ 5 ആണല്ലേ? എക്സ് ഗ്രേറ്റർ ദാൻ 5 ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഏതാണ്? 3x മൈനസ് 5. രണ്ടിടത്തും എക്സ് ഉണ്ടല്ലോ. എക്സിന് പകരം 5 കൊടുത്തേ കെ ഇൻറ്റു 5 പ്ലസ് 1 ഈസ് ഈക്വൽ ടു, ഇവിടെ എക്സിന് പകരം 5 കൊടുത്തേ 3 ഇൻറ്റു 5 മൈനസ് 5. സോ കെ ഇൻറ്റു 5 എത്രയാണത്? 5k plus 1 is equal to 3 into 5. 15 minus 5 is equal to 10. That is 5k is equal to 1 അപ്പുറത്ത് പോകട്ടെ. 10 minus 1 is equal to 9. So k is equal to 9/5. ഈ 30ാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സസൈസിലെ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി ആണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ചെയ്ത ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ 2 പാർട്ടീഷനിങ് പോയിന്റ് ഉണ്ട്. കണ്ടോ, ഇവിടെ 2ഉം ഉണ്ട് 10ഉം ഉണ്ട്. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ്. സോ ഈ 2 പോയിന്റ് നമ്മൾ എടുക്കണം. അതായത് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 2 എന്നും പറയണം. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 2 എന്നും എടുക്കണം. അതേപോലെ തന്നെ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 10 എന്നും എടുക്കണം. ശരി, അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 2 എടുക്കാം. എൽ എച്ച് എൽ ഈസ് ഈക്വൽ ടു ആർ എച്ച് എൽ അല്ലേ? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് അവർ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് എൽ എച്ച് എൽ? ലിമിറ്റ് എക്സ് ടെൻസ് ടു പോയിന്റ് ഏതായിരുന്നു? 2 മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്. അറിയാമല്ലോ ബാക്കി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. എന്താ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ 2 ആണല്ലേ? സോ എക്സ് ലെസ് ദാൻ 2 ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഏതാണത്?
5 is equal to എന്താ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ 2 ആ. ഈ ക്വസ്റ്റ്യനിൽ നേരിട്ട് എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളതാണ്. ഇതെന്റെ ഇവിടെ കണ്ടോ, ഇവിടെ 2 ലെസ് ദാൻ എക്സ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, 2 ലെസ് ദാൻ എക്സ്, 2 എക്സിനേക്കാൾ ചെറുതാണെന്ന്. ഇതിനെ തിരിച്ചിട്ടാലേ, ഇതേപോലെ തിരിച്ചിട്ടാൽ എക്സ് ഗ്രേറ്റർ ദാൻ 2 വരത്തില്ലേ? സോ എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുന്നത് തന്നെയാണ് 2 ലെസ് ദാൻ എക്സ്. മനസ്സിലായല്ലോ? അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. കണ്ടോ, എക്സ് ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ബി. ദാറ്റ് ഈസ് 5 is equal to എക്സിന് പകരം 2 കൊടുക്കാമല്ലോ, 2a പ്ലസ് ബി ഇക്വേഷൻ നമ്പർ 1. ഇതേപോലെ തന്നെ ഇവിടെ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എൽ എച്ച് എൽ ഈസ് ഈക്വൽ ടു ആർ എച്ച് എൽ കണ്ടുപിടിക്കണം. എൽ എച്ച് എൽ അറിയാമല്ലോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു പോയിന്റ് ഏതാ 10 മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 പ്ലസ് എഫ് ഓഫ് എക്സ് അല്ലേ? എക്സ് ടെൻസ് ടു 10 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ 10 അല്ലേ? കണ്ടോ, ഇതാണ് നമ്മുടെ എക്സ് ലെസ് ദാൻ 10. അപ്പൊ എക്സ് ലെസ് ദാൻ 10 ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഏതാണ്? എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു, ഇവിടെ എക്സ് ലെസ് ദാൻ 10 പ്ലസ് അല്ലേ എന്ന് വെച്ചാൽ എക്സ് ഗ്രേറ്റർ ദാൻ 10. സോ എക്സ് ഗ്രേറ്റർ ദാൻ 10 ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഏതാണ്? 21. എക്സിന് പകരം ഈ 10 ഇട്ട് കൊടുക്കാമല്ലോ, 10a പ്ലസ് ബി ഈസ് ഈക്വൽ ടു, ഇവിടെ കോൺസ്റ്റന്റ് ആണ്, നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ നോക്കിക്കേ, ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കിട്ടി. നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ ആണ് വേണ്ടത്. ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്താൽ മതി. ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 1 ചെയ്താൽ മതി. ഏതാ ഇക്വേഷൻ നമ്പർ 1? ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, ഏതായിരുന്നത്? 2a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5. ഇത് രണ്ടും കൂടെ കുറയ്ക്കുക അല്ലേ? 10a മൈനസ് 2a 8a അല്ലേ? പ്ലസ് ബി മൈനസ് ബി 0 ഈസ് ഈക്വൽ ടു 21 മൈനസ് 5 ഈസ് 16. So a is equal to 16 by 8 is equal to 2. ഈ എയുടെ വാല്യൂ എടുത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷനെ കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1ൽ കൊടുത്താൽ എത്ര വരും? 2a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5 അല്ലേ? സോ 2 ഇൻറ്റു എയുടെ വാല്യൂ ഇവിടെ കിട്ടി, 2 പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5. 2 ഇൻറ്റു 2 ഈസ് 4 പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5. ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു 5 മൈനസ് 4 ഈസ് ഈക്വൽ ടു 1. എയുടെ വാല്യൂം കിട്ടി, ബിയുടെ വാല്യൂം കിട്ടി. So A is equal to 2, B is equal to 1. Important question ആണ്, പഠിച്ചോണം.